ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വ്യാപാര തുടക്കത്തിൽ ഉണർവ് പ്രതീക്ഷിച്ച ഓഹരി വിപണികൾ. നിഫ്റ്റി 22,000-ലേക്കുള്ള കുതിപ്പ് തുടരുമെന്ന് വിദഗ്ധർ. US ഇന്ത്യ പണപ്പെരുപ്പ നിരക്കും മൂന്നാം പാദ ഫലങ്ങളും ഈ വാരം വിപണികളെ സ്വാധീനിക്കും. ഓഹരി തിരിച്ചുവാങ്ങൽ ബജാജ് ഓട്ടോ ഇന്ന് പരിഗണിക്കും. 1,100 കോടി ഫണ്ട് പ്രതീക്ഷിച്ച് 4 IPOകൾ വിപണിയിലേക്ക്. വളർന്നുവരുന്ന വിപണികളുടെ പട്ടികയിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. തൈവാനെ പിന്തള്ളി ചൈനയ്ക്ക് തൊട്ടുപിന്നിൽ. MSCI EM സൂചിക 8 വർഷത്തിൽ 7% ഉയർന്നു. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തേക്ക് വൻ വിദേശ നിക്ഷേപമുണ്ടാകുമെന്ന് വിദഗ്ധർ. ലാപ്ടോപ്പുകളുടെയും PCകളുടെയും ഇറക്കുമതി സംവിധാനം നിരീക്ഷിക്കാൻ ഇന്ത്യ US ഫോറത്തിന് നീക്കം. ദേശീയ സുരക്ഷാ ആശങ്കകളാണ് തീരുമാനത്തിന് പിന്നിലെന്ന് ഇന്ത്യ. വിശദീകരണം ആവശ്യപ്പെട്ട് അമേരിക്ക. മാൽദീവ്സ് മന്ത്രിയുടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളിലെ പ്രതിഷേധം ടൂർ ഓപ്പറേറ്റേഴ്സിന് പ്രതിസന്ധിയാകും. മാൽദീവ്സ് ടൂർ പാക്കേജുകളിൽ ഇടിവുണ്ടാകുമെന്ന് ടൂർ ഓപ്പറേറ്റേഴ്സ്. യാത്രാ ബഹിഷ്കരണം മൂലമുള്ള അടുത്ത 1 മാസം തിരിച്ചടിയാകുമെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ്. വിമാന ടിക്കറ്റുകൾക്കും ഹോട്ടലുകൾക്കും മുൻകൂർ പണം നൽകിയവർ യാത്ര റദ്ദാക്കില്ലെന്ന് പ്രതീക്ഷ. ചെങ്കടൽ പ്രതിസന്ധി നീണ്ടാൽ മറൈൻ ഇൻഷുറൻസ് ചെലവ് കൂടിയേക്കുമെന്ന് കമ്പനികൾ. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ഇൻഷുറൻസ് കമ്പനികൾ. നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമെന്നും ക്ലെയിം ഒന്നും ലഭിച്ചിട്ടില്ലെന്നും കമ്പനികൾ. ഇന്ന് കുറെ നല്ല വാർത്തകളുണ്ട്. തലക്കെട്ടുകൾക്ക് പുറമെ വ്യാവസായികോൽപാദനം മെച്ചപ്പെടുമെന്ന വാർത്തകളുണ്ട്. 2023 ഒക്ടോബറിൽ 11.7%. 16 മാസത്തെ ഏറ്റവും വലിയ ഉയർച്ചയാണിത് കാണിക്കുന്നത്. ഉൽപാദനം, ഖനനം, എണ്ണ, പെട്രോ കെമിക്കൽസ് മേഖലകളെല്ലാം ഉണർവിലാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഓഹരി വിപണിയിലെ ഷോർട്ട് സെല്ലിങ്ങിന് സുതാര്യമായ ഒരു നിയമം വരുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇനി ഷോർട്ട് സെല്ലിംഗ് നടത്താമെന്ന ഒരു രീതിയിലേക്ക് വരും. മാത്രവുമല്ല 10-ാം തീയതി വൈബ്രന്റ് ഗുജറാത്ത് തുടങ്ങാൻ പോവുകയാണ്. വലിയ നിക്ഷേപമാണ് ഗുജറാത്തിലേക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യവസായ മേഖലയ്ക്ക് അതൊരു ഉണർവാകുമെന്ന് പ്രതീക്ഷിക്കും. ഇനി നമ്മൾ ഇന്ന് വിപണിയിലേക്ക് പോയി കഴിഞ്ഞാൽ വിപണികൾ ഇന്നൊരു പോസിറ്റീവ് നോട്ടിലാണ് തുടങ്ങിയിരിക്കുന്നത്. ആദ്യം ദേശീയ ഓഹരി വിപണികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നേരിയ നേട്ടമാണ്. തുടക്കത്തിൽ ഒരു 50-55 പോയിന്റ് ഉയർച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 പോയിന്റ് ഉയരത്തിൽ 21,719 നിഫ്റ്റി വ്യാപാരം ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് 21,747 ആയിരുന്നു. ഹൈ വന്നിരിക്കുന്നത് 21,763. ഇതിനിടയ്ക്ക് 21,706 എന്ന റെഡ് മാർക്കും കാണിക്കുകയുണ്ടായി. എന്നാൽ 22,000-ലേക്കുള്ള കുതിപ്പിലാണ് നിഫ്റ്റി എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ബാങ്ക് ഓഹരികൾ ഒരു ഇടിവാണ് കാണിക്കുന്നത്. 134 പോയിന്റ് ഇടിവിലാണ് വ്യാപാരം നടക്കുന്നത്. ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളിലും നേരിയ ഇടിവുണ്ട്. 25 പോയിന്റ് താഴ്ന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇനി നമ്മൾ സെൻസെക്സ് ബോംബെ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വ്യാപാരം നേരിയ നേട്ടത്തിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ആ നേട്ടം മാർജിൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 11 പോയിന്റ് സെക്കൻഡ് വെച്ചത് മാറിക്കൊണ്ടിരിക്കുകയാണ്. 11,972,000 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ നമുക്കറിയാം. 72,000-ലേക്ക് ഓഹരി വിപണികൾ എത്തിയത് വളരെ പെട്ടെന്നാണ്. ഒരു 2-3 മാസത്തെ ഗ്യാപ്പിലാണ്. ലക്ഷം കോടികളുടെ ലാഭമാണ് നിക്ഷേപകർക്ക് ഇതിലൂടെ ഉണ്ടായതെന്ന് നമുക്കറിയാം. ഇനി US ഡോളറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടമായിരുന്നു. കഴിഞ്ഞ ആഴ്ച 10 പൈസ ഉയർന്നാണ് ഇന്ത്യൻ രൂപ ക്ലോസ് ചെയ്ത്. ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടമാണ്. 0.9 പൈസയുടെ നേട്ടമുണ്ട്. 83 രൂപ 0.9 പൈസയാണ്. ഇനി നമുക്ക് ഇന്നത്തെ അതിഥിയിലേക്ക് പോകാം. DBFSന്റെ MD ശ്രീ പ്രിൻസ് ജോർജ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ പ്രിൻസ് ജോർജ്, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ട്രേഡിംഗ് ഡേ. എന്തായാലും ഇന്ന് വ്യാപാര തുടക്കം നല്ല തുടക്കമായിരുന്നു. പക്ഷേ ആ ഒരു മാർജിൻ നാരോ ആകുന്നുണ്ട്. ഈ ആഴ്ച കുറേ സൂചകങ്ങൾ വരാനുണ്ട്. അമേരിക്കയിലെ വിലക്കയറ്റ നിരക്ക്, ഇന്ത്യയിലെ വിലക്കയറ്റ നിരക്ക്, അതുപോലെ തന്നെ വൈബ്രന്റ് ഗുജറാത്ത് വരുന്നത് വിപണികളിൽ ചിലപ്പോൾ ഒരു ചലനം സൃഷ്ടിച്ചേക്കാം. Q3 പാദഫലങ്ങൾ വരാനുണ്ട്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ട്രെൻഡ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീക്ക്, അതായത് ജാനുവരിയിലെ ഫസ്റ്റ് വീക്കിലുണ്ടായ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ തന്നെയാണ് സെക്കൻഡ് വീക്കിൽ നിൽക്കുന്നത്. ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ഫ്ലാറ്റ് പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടെങ്കിലും വലിയ തോതിലുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡ് ഇല്ല. അതായത് ഞങ്ങൾ ഇതിനെ പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ ഫേസ് എന്നാണ് പറയുന്നത്. ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ എന്താണ് ഈ മാർക്കറ്റ് സംഭവിക്കുന്നത്? ഇപ്പൊ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ കുറേയേറെ പോസിറ്റീവ് ന്യൂസുകൾ, പ്രത്യേകിച്ചും NSO ഡേറ്റ, നമ്മുടെ ഗ്രോത്ത് റേറ്റ് 7.3 എന്നുള്ള ലെവൽ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് പറഞ്ഞതിനേക്കാളും നേരത്തെ ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതിനേക്കാളും ഉള്ള ഹയർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റിലാണ് ഇപ്പം ആളുകൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തുകൊണ്ടാണ് ആ ഗ്രോത്ത് റേറ്റ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ അനൗൺസ് ചെയ്തത്.
ചെയ്തിരിക്കുന്നത്. അത് ബജറ്റിന് മുമ്പുള്ള അവസാനത്തെ ഒരു അനൗൺസ്മെന്റ് ആണ്. അപ്പൊ ഇത് നൽകുന്ന ഒരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ബജറ്റ് അനൗൺസ്മെന്റ് വരുമ്പോൾ ഫിനാൻസ് മിനിസ്റ്റർക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് ആ ബജറ്റിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇത് മാർക്കറ്റിന് കുറച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. എന്നാൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗ്ലോബൽ ലെവലിൽ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉടനെ വരും, ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ ഉടനെ വരും, ഈ അടുത്ത വർഷം മൊത്തം 75 ബേസിസ് പോയിന്റുകളുടെ ഗ്ലോബൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ അത് കുറച്ചൊന്ന് വൈകും. മെയ് ജൂൺ 2024 മാത്രമേ ആദ്യത്തെ കട്ട് ഉണ്ടാകത്തുള്ളൂ എന്നുള്ള ഒരു സൂചന വന്നപ്പോൾ തന്നെ അമേരിക്കൻ മാർക്കറ്റുകളിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇന്നിപ്പോൾ പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിലും വലിയ തോതിലൊരു പോസിറ്റീവ് ഓപ്പണിംഗ് അല്ല. ശരിക്കും പറഞ്ഞാൽ അടുത്ത 2 ആഴ്ച ഇൻഡെക്സുകളിലല്ല ആളുകളുടെ ഫോക്കസ്, ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലാണ്. കാരണം കണ്ടമാനം കമ്പനികൾ റിസൾട്ടുകളുമായിട്ട് വരുന്നുണ്ട്. എ ഗ്രൂപ്പ് കമ്പനികൾ ഇപ്പൊ തന്നെ അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിസൾട്ടുകൾ വരുമ്പോൾ ഇൻഡെക്സ് മുകളിലേക്ക് പോയാലും ചില സ്റ്റോക്കുകളൊക്കെ താഴേക്കും. അപ്പൊ ഇൻഡെക്സ് വിട്ടിട്ട് കുറച്ചുകൂടെ ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലേക്ക് എന്തായാലും രണ്ടാം പാദഫലങ്ങൾ മെച്ചപ്പെട്ടതുപോലെ തന്നെ മൂന്നാം പാദഫലങ്ങളും മെച്ചമാകും എന്ന് പ്രതീക്ഷിക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലെയിനർ www.24news.com അപ്പോൾ എങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം, എങ്ങനെ വിപണിയിൽ പ്രവേശിക്കാം എന്നതിനെക്കുറിച്ച് അതിൽ വിശദമായി പറയുന്നുണ്ട്. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഉച്ചയ്ക്ക് 1:30 കാണാം. ബാക്ക് ടു SKN.